തള്ളപൂച്ചയുടെ വിചാരം ഈ പിള്ളേർക്ക് ഉറക്കമൊന്നുമില്ല, രാത്രിയായ പുറപ്പെട്ടു വരും. എല്ലാവരും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മണപ്പിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇന്ന് കക്കൂസി പോയില്ലേ എന്ന രീതിയിലാണ്. കക്കൂസി പോയിട്ടൊന്നും ആയില്ല എന്ന് തോന്നുന്നു എന്ന രീതിയിൽ അവളുടെ നോട്ടം. വേറൊരാളാണെങ്കിൽ അവിടെ കിടക്കുക. എനിക്കിനി എണീക്കാൻ വയ്യാന്ന രീതിയിൽ മലത്തിയിട്ടടിക്കലും കടിയുടെ മൂടൊക്കെ കളിക്കാനും ഉള്ള മൂടാണ് കയറുന്നു. കരോട്ടെ ചാമ്പ്യൻസ്മാരെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തള്ളപ്പൂച്ച നോക്കുക. അവളെന്താ അവിടെ കിടക്കണേ? ഈ രണ്ടെണ്ണം ഇവിടെ വന്നല്ലോ. നീ എന്താടി ഇവിടെ കസേരയും താങ്ങി പിടിച്ച് കിടക്കണം? നിങ്ങൾ നല്ല കാല് കടിച്ചെടുക്കട്ടെ, കട്ടിക്കിട്ടറി നിന്നെ ഞാൻ. അമ്മയെ കളിക്കാം ബാ എന്ന രീതിയില്ല. കസേര കയറി എന്നിട്ടോ താങ്ങ് പിടിച്ചിട്ടൊക്കെയാ അമ്മയായിട്ട് കളിക്കാൻ നടക്കണം. കുത്തിരിക്കുന്നുണ്ടില്ലേ? ഓ ചാടി കയറിയിട്ടാ അമ്മയായിട്ട് മല്ലിപ്പെടുത്തും. കയ്യൊക്കെ ചൊറിയുന്നുണ്ട്, പക്ഷെ ചൊറിയാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും അമ്മ വന്നിട്ട് മല്ലത്തിട്ട് അടിച്ചാലോ എന്ന രീതിയിലാണ്. ഓ കയറി നിൽക്കണേ. ഓ മലത്തിട്ടടിക്കലും വലിച്ചിട്ടടിക്കൽ ചാടിക്കയറി അടിക്കൽ എന്താ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കുക. ആ ഗ്യാപ്പിൽ മറ്റു രണ്ടുപേര് കിടന്ന് അടിപിടിയാണ്. എന്തോ തർക്കമുണ്ട് കാര്യമായിട്ട്. ഇവിടെയാണെങ്കിൽ അപ്പുറത്തും കണ്ണും നോക്കിയിരിക്കുക. ഈ എപ്പോഴാണ് അനങ്ങണേ? അപ്പം ഞാൻ വരുന്നു. ആ അവൾ വന്നിട്ട് നോക്കുക. വീഡിയോ പിടുത്താണല്ലേ, അടുത്ത ആൾ വീഡിയോ പിടിക്കുകയാണല്ലേ. സ്റ്റൈലായിട്ട് നടക്കാമെന്ന് വെച്ചിട്ടാന്ന് തോന്നുന്നു. സ്റ്റൈലായിട്ട് വരുന്നുണ്ട്. ഒന്ന് കിടന്നേക്കാം. വീഡിയോ പിടുത്തം കഴിഞ്ഞില്ലെന്നാണ് അവളുടെ ഒരു നോട്ടം. ബാക്കി 3 പേരും വന്നിട്ട് ഇവിടെ എന്താ വെച്ചേക്കണേ എന്ന രീതിയിലാണ്. അമ്മ അവിടെ കിടക്കാൻ സമ്മതിക്കൂല. അപ്പ പോവും ചൊറിയാൻ. പിന്നെ കടി പിടിയായത്. അതിൻ്റെ ഇടയ്ക്ക് വാല് അനങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സഹിക്കൂല, അപ്പം കയറി പിടിക്കും. അവളുടെ വിചാരം സ്വസ്ഥമായിട്ട് ഒന്ന് തലചായ്ക്കാന്ന് വെച്ചാൽ കുരിപ്പുകൾ സമ്മതിക്കില്ല എന്നാണ്. ഫോണ് വരണം. ഉള്ള നോട്ടം അതാ. ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം വരും. ശാന്തമായി കിടക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവൾ ആ നോട്ടം അത് തന്നെയാണ്. എപ്പോഴാണോ ഈ കുരിപ്പുകൾ വന്ന് ചാടണേന്ന്. ദേ പോണു റോക്കറ്റ് വിട്ട പോലെ ഈ സാധനം. 2 കൊടുത്തിട്ട് വേണം ദിവസമായിട്ട് കിടക്കാൻ എന്നുള്ള രീതിയില്ല. കിട്ടണ്ടേ? കിട്ടൂല. എന്തോ മണപ്പിച്ചോണ്ട് നടക്കുന്നുണ്ട്. അവിടെ എന്തോ തർക്കമാണ്, കാര്യമായിട്ട് എന്തോ തർക്കമുണ്ട്. വാലൊക്കെ തടിപ്പിച്ചിട്ടാണ് നിൽക്കണത്. അതിൻ്റെ ഇടയിൽ കാണാൻ വേണ്ടി പോയി ഓടി വന്നു. എന്തിനാ വെറുതെ അടി കിട്ടണേ? കാലുകൊണ്ടും കൈകൊണ്ടും ഒക്കെ പയറ്റാ. പുറകെ കയറി അടിക്കുക. വിടറി എന്നെ വിടറി. ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ, എവിടെ എന്തോ സാധനം കണ്ടു, ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. എന്നെ വിടറി. ഞാൻ വിടൂലടി എന്ന രീതിയില്ല. ഞാൻ വിടൂലടി, നിന്നെ ഞാനിന്ന് മലത്തിട്ടടിക്കും, ഇന്ന് ശരിയാക്കി തരുവടി എന്ന രീതിയിലാണ്. ഇക്കടി അവിടെ, നീ എവിടെ പോകണമെന്ന് വിടറി എന്നെ. ഇതെൻ്റെ അമ്മന്നല്ലേ? ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ പോയി വേഗം കുളിപ്പിക്കാൻ നോക്കുന്നു തള്ളപ്പൂച്ച. ഞാൻ ഒന്ന് കിടന്നോട്ടെ എന്ന രീതിയിലുള്ള നോട്ടമാണ് പിള്ളേരെ. കുറച്ചേരം കിടന്നോട്ടറി. അയ്യടി നിന്നെയൊക്കെ ഞാൻ തൂത്തുവാരി. കളിപ്പിച്ചതിന് ശേഷം റെസ്റ്റ് എടുക്കുന്ന തള്ളപ്പൂച്ച. അവളെപ്പോഴും നോക്കുന്നത് ഞാനിപ്പോഴും വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലേ. അടുത്ത കുരിപ്പ്. അമ്മേ സുഖാണോ? എല്ലാം കഴിഞ്ഞിട്ട് തളർന്ന് കിടക്കുന്ന അമ്മയോട് സുഖാണോ ആലോചിച്ച് കിടക്കുക. എപ്പോഴാണോ എല്ലാം കൂടെ മെക്കെട്ട് കയറാൻ വേണ്ടതെന്ന്.
ചെവി നാല് പുറത്തും കൂർപ്പിച്ച് വെച്ചിട്ടുണ്ട്. എവിടെ നിന്നാണോ അനക്കം കയറി വരണേന്ന്. അതെ പോണു. ഓടി റൂമിനകത്ത് കയറിപ്പോയി. എങ്ങാണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു, അതും പോയി തോന്നുന്നു. അതേ വീണ് പടകൾ മൊത്തം ചാടി. കസേര കയറിയിരിപ്പായി. കസേരയിൽ കയറിയത് അവൾ അറിഞ്ഞിട്ടില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ തള്ള അവിടെ നിൽക്കണമെന്ന്. മലത്തിട്ട് അടിയും കടിയും പിടിയും. ഓ, കാര്യം അന്വേഷിക്കാൻ പോവുക. വേണ്ട, എന്തിനിടപെടുന്ന രീതിയിൽ അവളുടെ പോക്ക്. വാല് മുഖ്യം ബിഗിലേ എന്ന് പറയുന്ന രീതിയിലാണ്. വാല് അനങ്ങണം കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പോയി കടിക്കും, മാന്തും, വലിക്കും. രണ്ടും കൂടെ അങ്ങോട്ട് കയറിപ്പോയി. വരുന്നത് ഇങ്ങോട്ട്. ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ ഫോണിൽ പിടിച്ച് കളിക്കുക. ഇങ്ങോട്ട് താടി എന്നൊക്കെയുള്ള രീതിയിലാണ് ആ പിള്ളേര്. അമ്മേനെ കസേരയുടെ മുകളിൽ കയറി ഇന്ന് അറ്റാക്ക് ചെയ്യുന്നു പിള്ളേർ. നീ താഴേക്ക് എത്തിയല്ലേടി, അപ്പോൾ മൈൻഡ് ചെയ്യാതെ അനങ്ങാണ്ടിരിക്കുന്നത്. എങ്ങാനും മൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൂത്ത് വരില്ലേ എന്ന രീതിയിലാണ്. കണ്ട വാലനങ്ങളോ അവർക്ക് ഇഷ്ടമാണില്ല. അതേ പോണു. നീ എന്നെ വാല് കടിക്കുമല്ലേടി. ഓ, ഇതെന്തോന്നത് ഷോക്ക് അടിച്ച്. നീ പോണു. അമ്മയെ കണ്ടിട്ടില്ല, ഓപ്പോസിറ്റ് വന്ന വേറെ പെണ്ണിനെ കണ്ടിട്ടാ. ഇപ്പോഴും തേയാപ്പ്. ഈ പെണ്ണും പിള്ള ഫോൺ മാറ്റി വെച്ചില്ലേ. സ്വസ്ഥമായിട്ട് കിടക്കാൻ നോക്കിയിട്ട് അവളാണെങ്കിൽ നോക്കി കിടക്കുക. എപ്പോഴാണ് അപ്പോൾ മെക്കെട്ട് കയറി വരാൻ പോണേന്ന്. സ്വസ്ഥത തരില്ലേ. കുഴിപ്പ് മൂന്ന് കസേരയിലായിട്ടാണ് കിടക്കണം. ഒന്നും ചാടി അങ്ങോട്ട് അമ്മയുടെ അടുത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട്, പക്ഷെ പോയില്ല. ഇവിടെ വാല അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുന്നത് രണ്ടുപേർക്കും താല്പര്യമില്ല. പിടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കും. അവളാണെങ്കിൽ മേശയുടെ അഴി വലിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. നല്ല ബലത്തിലാന്ന് തോന്നുന്നു എന്ന രീതിയിൽ. അമ്മ അവിടെ കിടക്കുന്നുണ്ടല്ലോ, പോയി കളിച്ചാലോ എന്ന രീതിയിലാണ് അവളെ നോക്കണേ. അമ്മ ഇവള് എന്നാൽ അമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന്. വേണ്ട, എല്ലാവരും അങ്ങോട്ട് പോയിന്ന് തോന്നാം റൂമിലേക്ക്. ഇവിടെ ഇത്തിരി സ്വസ്ഥമായിട്ട് കിടപ്പുണ്ട്. പാവം, റെസ്റ്റ് എടുക്കുക. എല്ലാത്തിൻ്റെയും പവർ കൂടിയത് മറ്റേ ക്യാറ്റ് ഫുഡ് കഴിച്ചോണ്ടാണ് കേട്ടോ. കുറേ നേരം ഉറക്കത്തിലും ശാന്തമായിട്ട് ഓരോരുത്തരും ഓരോ മൂലയിൽ ഇരിക്കുക തന്നെയായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞു തുടങ്ങി. നീ വരുന്നു. കഴിച്ചെൻ്റെ പവറാ. ഓ, എന്തോ ശബ്ദം ഇടയ്ക്ക് കേട്ടു. അതാ രണ്ടുപേരും ഞെട്ടിപ്പോയി. എന്താ തല്ലുകൊണ്ടുമ്പോൾ വാല് കടിപ്പിച്ചിട്ടായിരിക്കുള്ളൂ. ഹരം കയറിയിട്ടാ. നീ എന്നെ ചവിട്ടുപടി കണ്ട, നീ എന്നെ ചവിട്ടുപടി. കാല് ഞാൻ കടിച്ചെടുക്കും. നീ എന്നെ ചവിട്ടു അല്ലേടി കുരുപ്പേ. കണ്ടോ നീ എന്നെ നീ പോണ ഓപ്പ്. നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഓ, അവളല്ല അല്ലേ ഇവള്. അമ്മയ്ക്ക് തന്നെ തിരിച്ചറിയുന്നില്ല ട്വിൻസായിട്ടുള്ള പിള്ളേരെ കണ്ടിട്ട്. അല്ല, വരിക മലത്തിട്ടടിക്കുക, ചോദ്യം പറച്ചിലൊന്നുമില്ല. അമ്മയും മോളോ പോണു. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ എവിടെ പോയാവോ? ഇക്കടി അവിടെ കൊണ്ടുപോകും. നീ എന്നെ ചവിട്ട് വല്ലടി എന്ന രീതിയില്ല ചോദിക്കണത്. കാല് കടിക്കണം, അതുകൊണ്ടാ. അമ്മ പിന്നാലെ വരുന്നില്ല രീതിയിലാണ് നോട്ടം.
നീ വരണം പിന്നെ കുറച്ചു നേരം സ്വസ്ഥമായിട്ട് കിടക്കാമെന്ന് വെച്ചാൽ ഈ കുരിപ്പോട് സമ്മതിക്കില്ലല്ലോ. അവിടെ എന്തോ കണ്ടിട്ടോ വന്നിട്ട് തിരിച്ചവിടെ പോയി തന്നെ ഇരുന്ന് ഇവളുടെ ആശ്വാസം. പാവോ പിള്ളേർ അതിന് റൂമിനകത്താണല്ലോ. നീ പിന്നെ അവിടെങ്ങാനും പോയി ഇരുന്ന് നിങ്ങൾ തമ്മിൽ കളിച്ചാൽ പോരെ. എന്ത് ഇത്ര സ്പീഡിൽ പോയിരുന്നു. ദേ പിന്നെ അടുത്തത് അവളെ നോട്ടം ഇട്ടാണ് പോയത്. അവിടെ വന്നിട്ട് തല്ലുകൂട്ടം, കടിപിടി. വാലനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമല്ല കേട്ടോ. അതോ വാല പിടിക്കാൻ പോണ വാലിഷ്ടമല്ല, വാല അനങ്ങളതേ ഇഷ്ടമല്ല. ഇവിടെ എന്തോ അനങ്ങുന്നുണ്ട്. അതാണ് അവൾ പുറകിലിരിക്കണ അവള് നോക്കിയിട്ട് ഇരിക്കണം. ദിവന്നു കണ്ടോ, ദിവന്നു. ഓ എൻ്റെ അടുത്ത് തന്നെയാണ് ഒന്നിരിക്കണം. അത് പിടിക്കാൻ നോക്കുക. എന്തോ കണ്ടു. അത് പുറകിലുള്ള ഇരിക്കണത് താഴത്തുനിന്ന് അമ്മ കിടക്കണത് നോക്കിക്കൊണ്ടിരിക്കുക. മലത്തിട്ടടിക്കൽ സ്റ്റാർട്ട് ചെയ്തു. ഓ അവള് കിടക്കണ കിടപ്പ് കണ്ടോ നോക്കി അമ്മയുടെ മുമ്പിൽ. ഓ അമ്മ വിട്ടു കൊടുക്കൂല. നീ എൻ്റെ ചവിട്ടുമല്ലടി. അതിൻ്റെ ഇടയ്ക്ക് കാര്യം ചോദിക്കാൻ വേണ്ടി പോവാ. നീ ആരടി, നിന്നെ ആരടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ നിന്നെ അല്ല ഉദ്ദേശിച്ചേ. അയ്യോ, ഓ അങ്ങോട്ടോടുക ഇങ്ങോട്ടോടുക. ഓ ശാന്തത. വയ്യ, നടുപിടിച്ച് വന്ന രീതിയിൽ അവളെ വന്ന് കിടക്കണേ. എൻ്റെ ഇടയ്ക്ക് എന്തോ ശബ്ദം കേട്ടേ, അതാണ് ഫോക്കസ് ചെയ്ത് നോക്കണമായിരുന്നു. ഒന്ന് കിടന്നോട്ടെ. അയ്യോ വയ്യേ എന്ന രീതിയില്ല, വാഴ വെട്ടിയിട്ട പോലെ കിടക്കണേ. എപ്പോൾ വരുമോ വയ്യ. പിള്ളേർ മൊത്തം മേത്ത് കയറി ഇറങ്ങിയിട്ട് വയ്യേന്ന രീതിയിലാണ് കിടക്കണേ. എപ്പോൾ വരുമോ? അവിടെ എന്തൊക്കെയോ ശബ്ദങ്ങളുണ്ട്. എല്ലാം തള്ളി മറിച്ചിടെ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. എന്താ അവിടെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കണേ. ഒന്ന് കണ്ണടയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുരിപ്പോളും ഒന്ന് ചുറ്റും നിൽക്കും. തുടങ്ങും കൈ അങ്ങോട്ട് അംഗം. എവിടെ പോയി? മൂന്നെണ്ണം ഉറങ്ങിയോ? ഒന്ന് കിടന്നേക്കാം. എന്താ ഇപ്പോൾ ശബ്ദം കേട്ട്? അവരെങ്ങാനും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചോണ്ടിരിക്കും. അവളതാണ് ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. ഓടുപോയി സാധനം. എന്താ പോയത്? സ്തംഭിച്ചിരിക്കണം. എൻ്റെ ഉദ്ദേശം അതാണ്. ഇപ്പം എന്ത് സാധനം പോയെന്ന്. അയ്യോ, ഈ കുരിപ്പായിരുന്നോ? അതിനെ പിടിക്കിട്ടടി. ഇതിനെ അടുത്താണ്. മറ്റവർ രണ്ടുപേരും ബാക്കിൽ കൂടെ ഇങ്ങോട്ട് എത്തിയേ. ഉണ്ടോ വല എടുപ്പിക്കണോണ്ടോ? മലത്തിട്ടടിച്ച അമ്മയുടെ കിളി പോയി ആ വീഴ്ചയില്. അത് ബോധം വന്നിട്ടില്ല. കിളി പോയി. നമുക്ക് തൂങ്ങി കയറിയിട്ടൊക്കെയാ. കൈയും കാലം അങ്ങോട്ടും ഇങ്ങോട്ടും എത്തണില്ല. എന്നാലും തൂങ്ങി കിടന്നോട്ടാ തൻ്റെ കൂട്ടം. കിളി പോയി കിടക്കാതെ അവിടെ കിടന്ന് ഇതൊക്കെ എങ്ങോട്ട് പറന്നു പോകണമെന്ന്. പുറകിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അതേത് വഴി പോയി ഇല്ല. അതാ കസേൻ്റെ മുകളിൽ കയറി ഇരിപ്പുണ്ട്. അവിടെ വന്നിട്ടുള്ള സർക്കസാണ്. അമ്മയാണെങ്കിൽ അവിടെ നോക്കും. ഇവർക്ക് എന്താ പ്രശ്നം? പോയി റൂമിലേക്ക്. ഇവളൊക്കെ എന്തിനുണ്ട് പിന്നാലെ തന്നെ. എവിടെയെങ്കിലും ഒന്ന് കിടക്കാൻ സമ്മതിക്കാവോ? എല്ലാവരും കിടന്നു. അവരുടെ പുറകിലാണെങ്കിൽ തല്ലുകൂട്ട് അവസാനിച്ചിട്ടേ ഇല്ല. എന്തോ തർക്കം കേട്ടോ. സീരിയസ് ആയിട്ട് എന്തോ തർക്കമുണ്ട്. ഞാൻ പിന്നെ ചോദിക്കാനും പോയില്ല. എന്തിനാ വെറുതെ.
അവിടെ നിന്ന് എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ പിന്നാലെ ഇപ്പോൾ എന്തോ ഒരു ചെറിയ കഷ്ണം ഇതിൻ്റെ അതിന്മേൽ പിടിച്ചിട്ട് അപ്പോൾ കളി. അങ്ങനെ ഇവരുടെ ഒരു ദിവസത്തെ കഥ.